ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനോ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അത് കുറച്ചൊന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. നല്ലോണം ചൂടായ ശേഷം കടുക് ഇട്ടും പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അത് നല്ലോണം അത് മൂത്ത് വരുന്ന ശേഷം വന്നതിന് ശേഷം അതിലേക്ക് മുറിച്ച് വെച്ച സവാള ചേർക്കുക. എന്നിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം ഇളക്കിയ ശേഷം അതിലേക്ക് 2 കൊടുമ്പുളി ഇടുക. എന്നിട്ട് അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. മൂത്ത് വന്ന ശേഷം മൂത്ത് വന്ന ശേഷം അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ചേർക്കുക. ഈ തക്കാളിക്കൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇത് നല്ലോണം വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് കുരുമുളക് ചേർക്കുക. കുരുമുളക് ഇട്ട കറിവേപ്പില പിന്നെ കുരുമുളക് ഇട്ട ശേഷം അതിലേക്ക് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ആവശ്യത്തിലുള്ള മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഇട്ട ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് അതും നല്ലോണം ഇളക്കിയ ശേഷം അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കൂന്തലാണ് കേട്ടോ. കൂന്തൽ കറിയാന്നിട്ട് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇളക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർക്കുക. എന്നിട്ട് അതിൽ ഞാൻ നേരത്തെ കഴിച്ച കൂന്തൽ ഈ ഇറക്കിയ മസാലയിൽ ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കുക. ഇറക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശേഷം ഉപ്പ് ചേർക്കുക. എന്നിട്ട് അത് നല്ലോണം വീണ്ടും ഇളക്കി യോജിപ്പിക്കുക.
അതൊക്കെ കഴിഞ്ഞ് അതിലേക്ക് മല്ലിയില ചേർക്കുക. അത് ചേർത്ത് കഴിഞ്ഞ ശേഷം നല്ലൊന്ന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇളക്കിയ ശേഷം നമ്മുടെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.